പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷം എത്രത്തോളം ഭാഗ്യമുള്ളതാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ ഒരു നിമിഷം അവരുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഒരിക്കൽ പോലും വിസ്മരിക്കരുത്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുമേ. ഒരു പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഹൃദയ സ്പന്ദനം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, കരുണയാണ്. നിങ്ങളുടെ ദൈവത്തിനൊരു പേരുണ്ടെങ്കിൽ ആ ഒരു പേര് കരുണയായിരിക്കുമെന്ന് പറഞ്ഞത് ഈ ലോകവാസം വെടിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അത്രത്തോളം തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ഓരോ പ്രവൃത്തികളിലും താൻ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളിലും അവർ കരുണ പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കാൻ പലപ്പോഴും പരിശ്രമിച്ചിരുന്നു. ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളെയും പരിശോധിക്കുമ്പോൾ നമ്മളും ഓർക്കണ ഒരു കാര്യം: ഈ സുവിശേഷമായിട്ട് എനിക്ക് മാറാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയസ്പന്ദനമായിട്ടും പലപ്പോഴും കരുണ മാറുന്നുണ്ടോ? ഒരുപക്ഷെ ആ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് മേന്മ? അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ പലപ്പോഴും നിങ്ങൾ മാറ്റി നിർത്തുകയും നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിലെന്ത് മേന്മയാണ് ഉള്ളത് എന്നുള്ള കാര്യം തമ്പുരാൻ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ശത്രുക്കൾക്ക് അവർ വില കൽപ്പിക്കുകയും അവരോരോരുത്തരോടും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആ ഒരു സമൂഹം ശത്രുതയിൽ പുറകോട്ടായിരുന്നു എന്നുള്ള കാര്യം. ഓർക്കുക, ശത്രുവെന്ന് പലപ്പോഴും നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അടിവേറിട്ട് പറയുമ്പോഴും ഒരു കാലത്ത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആരോ ആയിരുന്നു അവർ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പോലും അറിയാത്ത ഒരു വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളായിട്ട് മാറുന്നില്ല. അത്രത്തോളം സ്നേഹത്തോടും സാന്ത്വനത്തോടും സഹായം കൊണ്ടൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച ആരോ ആണ് നമ്മുടെ ജീവിതത്തിലും ശത്രുക്കളായിട്ട് പലപ്പോഴും മാറുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നമ്മൾ ആരായുമ്പോൾ, ഒരു ചോദ്യം പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു മനുഷ്യന് ശത്രുവായിട്ട് മാറിയത്. അത് സ്നേഹക്കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് ഓർത്തെടുക്കാം. സ്നേഹമുള്ളവരെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഒരു തിരുവോസിയിലേക്ക് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ഇടങ്ങളും എല്ലാം മറന്ന് ഈശോയിലേക്ക് നമ്മുടെ സർവവും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം: എന്നെ ഇന്നും അവൻ സ്നേഹിക്കുന്നുണ്ട്. ഈ ഒരു നിമിഷവും ഈ സ്നേഹത്താൽ എന്നെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ജീവിതം കൊണ്ട് ഈ ഒരു സ്നേഹത്തിൻ്റെ അർത്ഥവശം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ, സമരിയാക്കാരുടെ ഉപമ പരിശോധിക്കുമ്പോൾ, ദീപജ്ഞൻ തൻ്റെ ജീവിതത്തിലെല്ലാം ചെയ്ത് ദൈവത്താൽ അല്ലെങ്കിൽ ഈശോയാൽ തൻ്റെ ജീവിതത്തിൽ കൊണ്ട് തന്നെ പലപ്പോഴും ഒരു അഭിമാന നിമിഷം സൃഷ്ടിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: സ്വർഗരാജ്യം അല്ലെങ്കിൽ നിത്യജീവൻ കരസ്ഥമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിൽ തമ്പുരാൻ ചോദിക്കുന്ന ഓരോ കാര്യത്തിനും കുറേയേറെ മറുപടികൾ കൊടുക്കുന്നുണ്ട്. ഞാനിതൊക്കെ ചെയ്തതാണെന്ന് പറയുമ്പോൾ ഒരു ഉപമയിലൂടെ മറ്റൊരു ചോദ്യത്തിലൂടെ ഈശോ മറുപടി കൊടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്. സ്നേഹമുള്ളവരെ, ആ ഒരു സമരിയാക്കാരൻ്റെ ഉപമ പരിശോധിക്കുമ്പോൾ പല ആൾക്കാരും ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓരോരുത്തരും ആ മനുഷ്യനെ കാണുന്നുണ്ട്, അടുത്ത് ചെല്ലുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എന്തോ അവർക്ക് ഓരോരുത്തർക്കും അവനോട് കരുണ കാണിക്കാൻ അല്ലെങ്കിൽ കരുണ തോന്നാൻ പറ്റിയില്ല. സ്നേഹമുള്ളവരെ, സമരിയാക്കാരനെ മാത്രം ജീവിതം പരിശോധിക്കുമ്പോൾ ആ ഒരു സമൂഹം ഒന്നടങ്കം ഈ മനുഷ്യനെ മാറ്റി നിർത്തിയ നിമിഷത്തിൽ
അത്രത്തോളം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സമരിയാക്കാരനായ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും സാന്ത്വനമേകുമ്പോഴും സഹായഹസ്തം നീട്ടുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ എല്ലാവിധ കാര്യങ്ങളും ആ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ ആ മനുഷ്യൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാകുന്നുണ്ട്. അത് കരുണയുടെ ഒരു മുഖഭാവം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഈ ഒരു നിമിഷം തിരിച്ചറിയേണ്ടത് നമ്മളും പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാൻ കുറുക്കു വഴികളുണ്ടോ എന്ന് വരെ പരിശോധിക്കുന്ന നിമിഷത്തിൽ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ സഹോദരനോട് കരുണ തോന്നാൻ അല്ലെങ്കിൽ കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ അയൽക്കാരനോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികളോട് എനിക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ഓർത്തെടുക്കണം. കാരണം അത്രത്തോളം ഈ സ്നേഹത്തിൽ നമ്മൾ ഓരോരുത്തരും ക്ഷണിച്ചിട്ടും അത്രത്തോളം ഈ സ്നേഹത്തിൽ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും താല്പര്യനാക്കിയിട്ടും പലപ്പോഴും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും അകന്നു പോകുന്നുണ്ട്. സമരിയാക്കാരൻ്റെ ഉപമ പരിശോധിക്കുമ്പോൾ മറ്റൊരു ചോദ്യത്തിലൂടെ അവിടെ കൂടിയിരുന്ന ഓരോരുത്തരോടും തമ്പുരാൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരായിരുന്നു ആ ഒരു മനുഷ്യന് യഥാർത്ഥ അയൽക്കാരൻ? അവരെ ആ ഒരു സമൂഹം ഒന്നടങ്കം ശത്രുവെന്ന് കരുതി മാറ്റി നിർത്തിയ സമരിയക്കാരൻ കരുണ കാണിച്ചു എന്ന് പറയാൻ പോലും അവരാരും സമ്മതിക്കുന്നില്ല, താല്പര്യരാകുന്നില്ല. അതിനവർ കൊടുക്കുന്നൊരു മറുപടി ഇങ്ങനെയാണ്, ആ ഒരു മനുഷ്യനോട് കരുണ കാണിച്ചവരെന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പലപ്പോഴും നമ്മളെ തന്നെ ഏറ്റുപറയുമ്പോഴും ഈ ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ കരുണയോട് എൻ്റെ അയൽക്കാരൻ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെവിടെയോ ദൈവാംശം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ആരായിരിക്കണം ഞാൻ എന്നുള്ളൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും സ്നേഹിക്കുന്നതിലും ചേർത്ത് പിടിക്കുന്നതിലും പലപ്പോഴും പോരായ്മകളോടുകൂടി അവർ നിറഞ്ഞപ്പോഴും അവരോരോരുത്തരും തിരുത്തുന്നതും അതുതന്നെയാണ്. കുറച്ചുകൂടി ഓരോ മനുഷ്യരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. സ്നേഹമുള്ളവരെ, സമരിയാക്കാരൻ്റെ ഉപമ പരിശോധിക്കുമ്പോൾ ആരാണ് എൻ്റെ യഥാർത്ഥ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് അവർ കൊടുക്കുന്ന മറുപടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം എൻ്റെ ജീവിതത്തിലും എനിക്ക് ഒത്തിരിയേറെ അയൽക്കാരുണ്ടെങ്കിലും സ്വന്തം എന്നും അല്ലെങ്കിൽ ബന്ധമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ചേർത്ത് പിടിക്കുന്ന ഓരോരുത്തരും അതെൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള ഒരു അയൽക്കാരനായിട്ടെങ്കിലും മാറുന്നുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം. കാരണം ശത്രു ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു സമയത്ത് എൻ്റെ കൂട്ടുകാരനായിരുന്നു, അല്ലെങ്കിൽ സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിച്ച് ആരോ ആയിരുന്നു. പലപ്പോഴും മനസ്സിലാക്കാതെയും സ്നേഹക്കുറവും അഭാവവും കൊണ്ടൊക്കെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ശത്രുക്കളായിട്ട് മാറുന്നുണ്ട്. ഒന്ന് കേട്ടാലോ, ഒരു നിമിഷം ഒരുവനെ മനസ്സിലാക്കിയാലോ, കുറച്ചു നേരം അവൻ്റെ കൂടെ ഇരുന്നാലോ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്കും തിരുത്തലുകൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിലും വഴികൾ വരും. പക്ഷേ എന്തുകൊണ്ടോ അയൽക്കാരനോട് ഒരു സ്നേഹത്തോടും കരുണയോടും കൂടി നമ്മുടെ ജീവിതത്തിൽ വർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്നില്ല. കാരണം പല കുമ്പസാരങ്ങളിലും ഓരോ പ്രാവശ്യവും ആ ഒരു കുമ്പസാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴും പാപങ്ങൾ ഏറ്റുപറഞ്ഞൊരു പുതിയ മനുഷ്യനായിട്ട് പലപ്പോഴും തീരുമാനമെടുക്കുമ്പോഴും ഈ കുമ്പസാരത്തിനൊടുവിൽ ഒരു കുമ്പസാരക്കൂട് വിട്ട് പുറത്തോട്ട് വരുമ്പോൾ മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്ഷമിച്ചാലും അവനോട് ഒരിക്കൽ പോലും ഞാൻ മറക്കില്ല എന്നുള്ള കാര്യം. എന്നോട് ചെയ്ത ഒരു കാര്യങ്ങൾ പോലും ഞാൻ മറക്കില്ല എന്ന് പലവരും ആവർത്തിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഞാൻ എത്രത്തോളം പാപബോധത്തോടുകൂടി അല്ലെങ്കിൽ ഹൃദയവിശാലതയോടുകൂടി എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു എന്നുള്ള കാര്യം. പലതും നമ്മൾ മറക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഈ കരുണയ്ക്കെതിരെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും പലപ്പോഴും നമ്മൾ നന്മയായിട്ട് നമ്മുടെ ജീവിതത്തിലും ചിത്രീകരിക്കുന്നുണ്ട്. ഒരു സമൂഹവും നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നതും അതേ ആശയം തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിന് തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ശരിയായിട്ട് നമ്മുടെ ഓരോരുത്തരും മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഈശോയുടെ മുമ്പിലായിരിക്കുന്ന ഒരു നിമിഷം വിശുദ്ധിയോടും വിശ്വാസത്തോടും ലോകത്തിലുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത് ഈ നിമിഷത്തിൽ എത്രത്തോളം എനിക്ക് എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും,
അല്ലെങ്കിൽ ഒരു നിമിഷം എത്രത്തോളം എൻ്റെ ദൈവത്തോട് എനിക്ക് ചേർന്ന് നിൽക്കാൻ പറ്റും? അല്ലെങ്കിൽ അന്ന് ആ മനുഷ്യർ പറഞ്ഞതുപോലെ ആരായിരുന്നു അവർ മനുഷ്യർ യഥാർത്ഥ അയൽക്കാരെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടി ആകാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഞാനും എൻ്റെ അയൽക്കാരോടും എൻ്റെ സ്വന്തമായിട്ടുള്ള ഓരോരുത്തരോടും കരുണയോടുകൂടി വർത്തിക്കും എന്നുള്ള തീരുമാനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അഭാവത്തിൽ ഒരു സ്വഭാവത്തിൽ നിന്നും മനോഭാവത്തിൽ നിന്നും ബോധത്തിൽ നിന്നും നമ്മൾ ഓരോരുത്തരും മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിക്കുമ്പോൾ പുത്രനായ ദൈവം പറയുന്നതും അതുതന്നെയാണ്. കരുണയുള്ളവനായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതം പലപ്പോഴും പരിശോധിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം എന്നെ ദൈവം സ്നേഹിക്കുന്നു. വിരുമാറഴക് കുരിശിൽ കിടന്നുകൊണ്ട് പീഡകളും വേദനകളും സഹനങ്ങളും അപമാനങ്ങളും എല്ലാം ഏറ്റുവാങ്ങി ആ ഒരു സുജീവൻ തന്നെ നമുക്ക് നൽകുമ്പോഴും തമ്പുരാൻ നമ്മളോട് ഇന്നും ആവർത്തിക്കുന്നത്, വിശുദ്ധ കുർബാനകളോട് ആവർത്തിക്കുന്നത്, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഈ ഒരു കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗമുള്ള പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. സ്നേഹമുള്ളവരെ, ദിവ്യകാരുടെ നാഥന് ആശ്വാദം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ കുടുംബത്തെ, ഞാൻ ജോലി ചെയ്യുന്ന ഇടങ്ങൾ, എനിക്ക് സ്വന്തമെന്ന് കരുതുന്ന എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും എല്ലാം ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തിൽ നമുക്ക് സ്തുതിച്ചുകൊണ്ടേയിരിക്കാം. യേശുവേ, ആരാധന ആരാധന. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്